4 കാര്യങ്ങൾ കേട്ടോ. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ചുറ്റും ഉണ്ടാവും, പക്ഷെ നമ്മൾ അനുസരിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് കേട്ടോ ഇൻഷാ അല്ലാഹ്, നമ്മുടെ വിഷയമായി ബന്ധപ്പെട്ടത് ഇൻഷാ അല്ലാഹ് കേട്ടോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, ഈമാനോടെ മരിക്കണോ, സ്വർഗം വേണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ തൊലിപ്പുറത്തു നിന്ന് വിട പറയണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങൾ അതാ പറയുകയാണ്, 4 കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ടവര് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവൻ ഈമാനോടെ മരിക്കുന്നതാണ്. റസൂലുള്ള ഒന്നാമതായി പറഞ്ഞു കൊടുക്കുകയാണ്, എന്തെന്നറിയോ, മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം വാങ്ങിച്ചുകൊണ്ട് വിട പറയുന്നവരാരാ? മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം വാങ്ങിച്ചുകൊണ്ട് സുള്ളിയുടെ പരിസരത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നവര് നീയുണ്ടല്ലോ. മരിക്കുന്നത് എങ്ങനാണെന്നറിയോ ചെറുപ്പക്കാരാ? നീയുണ്ടല്ലോ മരിക്കുന്നത് എങ്ങനാണെന്നറിയോ പെങ്ങളെ? ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ അതാ പറയുകയാണ്, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുന്നതോ, ഈമാനോടെ മരിക്കുന്നതോ, ഇല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നതാണെന്ന് പറയുമ്പോ വാപ്പ നഷ്ടപ്പെട്ടു പോയവര്, ഉമ്മ നഷ്ടപ്പെട്ടു പോയവര് പൊട്ടിക്കരഞ്ഞു കണ്ടവരുടെ ഖബറിന്റെ ചാരെ പോയിട്ട് സിയാറത്ത് ചെയ്തോ? ജീവിതകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ ഉറപ്പേ നിങ്ങളെ ഞാൻ പരീക്ഷിച്ചതാണ്. അല്ലാ മാതാവേ, ഉമ്മ, വാപ്പ പൊരുത്തം തരണേ അല്ലാ. മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തമില്ലാതെ വിട പറയുന്നവൻ അവൻ സ്വർഗത്തിൽ കടക്കൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കൂല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയ. വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ 1 2 ഒരുപാടുണ്ട്. ഉമ്മ മരണപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയ. ഉമ്മിച്ച മരണപ്പെട്ടവർ. ഇനി വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കിയ. അള്ളാഹു രണ്ടുപേർക്കും അള്ളാഹു ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാപ്പ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരെ ചങ്ങാതിമാരെ വല്ലപ്പോഴും ഒന്ന് സിയാറത്ത് ചെയ്യണം. വല്ലപ്പോഴും പോയി സിയാറത്ത് ചെയ്യണം. ഞാൻ വഴലൊന്നും ഇല്ലാതെ ഞാനൊരു ദിവസം ഇങ്ങനെ നാട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പള്ളിയില്, ഖബർസ്ഥാനുള്ള പള്ളിയാ, അവിടുത്തെ ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ എന്നോട് ഒരാൾ ചോദിച്ചു, ഉസ്താദേ എന്റെ വാപ്പ മരണപ്പെട്ടു പോയി, ഒന്ന് ഖബറിങ്ങി വന്നിട്ടൊന്ന് സിയാറത്ത് ചെയ്യോ? ഞാൻ പറയുന്നെന്താ, ചെയ്യാലോ. അങ്ങനെ ഈ ചങ്ങാതി കേട്ട് വാപ്പയുടെ ഖബറിന്റെ ചാരെ പോകുമ്പോ ഈ ചങ്ങാതി വാപ്പയുടെ ഖബർ ഇങ്ങനെ തപ്പുക. ഒരു 5-10 മിനിറ്റ് വാപ്പയുടെ ഖബർ ഇങ്ങനെ തപ്പുക. ഇങ്ങനെ ഗൂഗിൾ മാപ്പ് ഒക്കെ എടുത്തിട്ട് വെർ ഈസ് മൈ വാപ്പാസ് ഖബർ എന്ന് പറഞ്ഞ് തപ്പേണ്ട ഒരു അവസ്ഥ ചങ്ങാതിക്ക്. ലൊക്കേഷൻ ഇട്ട് തപ്പേണ്ട അവസ്ഥയാ. ഇവന് വാപ്പയുടെ ഖബർ അറിയില്ല. ഞാൻ ചോദിച്ചടാ വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലായി? ഉസ്താദെ 18 കൊല്ലായി. ഞാൻ ചോദിച്ചടാ നിന്റെ വാപ്പയുടെ ഖബറിന്റെ ചാര നീ അവസാനമായി സിയാറത്ത് ചെയ്യാൻ വന്നതെന്നാ? 7 കൊല്ലം മുമ്പ് ഉസ്താദെ ഞാൻ വന്നേ. ഞാൻ ചോദിച്ചടാ 7 കൊല്ലം മുമ്പ് വാപ്പയുടെ ഖബറിന്റെ ചാര നീ വന്നവനാ, പിന്നെ നീ വന്നിട്ടില്ല, ഇന്നെന്താ നീ വരാൻ കാരണം എന്ന് ചോദിച്ചപ്പോ ഈ ചങ്ങാതി പറയും, ഉസ്താദേ ഞാനിന്ന് വിദേശത്ത് പോവാ, ഗൾഫിൽ പോകുമ്പോ അൽഫാത്തിഹ വിളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഖബറിന്റെ ചാരെ പോയിട്ട്, അതിനു വേണ്ടി ഞാൻ വന്നതാണെന്ന് ഒരു ചെറുപ്പക്കാരൻ 10-30 വയസ്സേ ഉള്ളൂ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവർ, ചില ആളുകളുടെ വിചാരം എന്തെന്നറിയോ? വാപ്പയുടെ ഖബറിന്റെ മേളിൽ ഒരു പുല്ല് മുളച്ചാൽ, എന്തെങ്കിലും ഒരു വേസ്റ്റ് വീണാൽ അത് പറിച്ചു കളയണത് പള്ളിയിലെ കമ്മിറ്റിക്കാരാണെന്ന നമ്മുടെയൊക്കെ ചിന്ത. അല്ല, നമ്മൾ വേണം എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റാൻ. അതുകൊണ്ട് വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം എന്റെ പ്രിയപ്പെട്ടവരെ വാങ്ങിച്ചോ. ഞാൻ ചോദിക്കട്ടെ, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം ഇല്ലാതെ പുറത്തേക്ക് കറങ്ങാൻ പോണ മക്കളുണ്ട്? വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം ഇല്ലാതെ പുറത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ചിക്കമംഗളൂരിലും കൊടകിലും അവിടെ ഇവിടെയൊക്കെ കറങ്ങാൻ പോണ ചില മക്കളുണ്ട്. അള്ളാഹു അവർക്ക് തരുന്ന ശിക്ഷ എന്തെന്നറിയോ? അള്ളാഹു പടച്ച തമ്പുരാൻ അവർക്ക് നൽകണ ശിക്ഷ എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവർ, ഒരു ചെറുപ്പക്കാരന്റെ കഥ കേട്ടോ. ഈ ചെറുപ്പക്കാരൻ ഉമ്മയുടെ പൊരുത്തമില്ലാതെ മദീനത്തേക്ക് പോയതാ. അദ്ദേഹത്തിന് പറ്റിയത് എന്തെന്നറിയോ? കേട്ടോ, കേട്ടോ, ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കൂല എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ ഒരു മനോഹര
മനോഹരമാകുന്ന പേടിപ്പിക്കുന്ന ചരിത്രമുണ്ടല്ലോ. പറയുകയോ ഫളിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് പ്രിയമുള്ളവര്. അല്ലാഹുവേ, യതീമാ, ഉമ്മ മാത്രമോ. ഫളിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രിയമുള്ളവര് ഉമ്മാനെ വല്ലാതെ ഇഷ്ടപ്പെട്ട പൊന്നുമോനാണ്. ഫളിലിന്റെ പ്രിയപ്പെട്ടവരെ കൂട്ടുകാരുമായിട്ട് ഒരവധി ദിവസമുണ്ടല്ലോ കൂടുകയോ. കൂട്ടുകാരന്റെ പ്രിയമുള്ളവരെ ഫളിലിനോട് പറയുകയാണ്, ഫളിലേ, ഇന്ന് അവധിയാണല്ലോ, ഇന്ന് ഒഴിവ് ദിവസമാണല്ലോ. മദീനയിലേക്ക് പോയിട്ട് റസൂലുള്ളാഹിയുടെ മസാറിന്റെ ചാര പോയിട്ട് സലാമെന്ന് പറയാമല്ലോ. ഫളിലിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, എന്റെ ഉമ്മ ഒറ്റയ്ക്കാണ്, എന്റെ ഉമ്മാക്ക് എണ്ണീക്കാൻ കഴിയില്ല, നടക്കാൻ കഴിയൂല. എന്റെ ഉമ്മയുടെ സമ്മതമില്ലാതെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് ഈ ഫളിലുണ്ടല്ലോ കടന്നു വരൂല എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ ഫളിലതാ ഉമ്മയുടെ ചാരത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഉമ്മ, ഞങ്ങളൊന്ന് മദീനത്തേക്ക് പോയിക്കോട്ടെ. ഉമ്മയതാ ഉടൻ തന്നെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, മോനെ പോകല്ലേ മോനെ, പോകല്ലേ മോനെ. ഈ ഉമ്മിച്ച ഒറ്റയ്ക്കായി പോകുമടോ. ഉമ്മിച്ചാക്ക് ഭക്ഷണം കഴിക്കാൻ ആരുമില്ലടോ, ഉമ്മിച്ചാക്ക് മരുന്നെടുത്ത് തരാൻ ആരുമില്ലടോ, ഉമ്മിച്ചാക്കൊന്ന് ബാത്റൂമിൽ പോകാൻ ആരുമില്ലടോ. നിന്റെ സഹായമില്ലാതെ ഉമ്മിച്ചാക്ക് ഒന്നും ചെയ്യാൻ കഴിയൂലോ എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ ഫളിലതാ കൂട്ടുകാരുടെ ചാരത്ത് ചെന്നുകൊണ്ട് പറയുകയാണ്, ഉമ്മയുടെ സമ്മതമില്ല, ഉമ്മയുടെ സമ്മതമില്ല, ഉമ്മയുടെ പൊരുത്തമില്ല. എന്റെ ഉമ്മിച്ചാടെ പൊരുത്തം റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് പോകാൻ എനിക്കില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഫളിൽ പറഞ്ഞു. ഉടൻ തന്നെ ഫളിലിന്റെ കൂട്ടുകാര് പറഞ്ഞു, എടാ ചെങ്ങാതി, എടാ നിന്റെ ഉമ്മിച്ച എന്ത് ഉമ്മയാടാ, റസൂലുള്ളാഹിയുടെ ചാരത്ത് പോകാൻ പോലും സമ്മതം നിന്റെ ഉമ്മ തരണില്ലേ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരിങ്ങനെ ഫളിലിനെ ഇങ്ങനെ പിരികേറ്റി. അല്ലെ, കൂട്ടുകാരങ്ങനെയാ. കള്ള് വേണ്ട, കുടിക്കളിയാ, കുഴപ്പമൊന്നുമില്ല, ആരറിയാനാ. കള്ള് കുടിച്ചിട്ട് ഇച്ചിരി വിക്സ് മിഠായി ഇച്ചിരി ഇതും കഴിച്ചാല് ആരും അറിയില്ലടാ. ഇച്ചിരി ഏലക്ക എടുത്ത് വാലിട്ട് അല്ലെ പിസ്ത എടുത്ത് വാലിട്ട് കഴിഞ്ഞാല് നിന്റെ വാപ്പ് പോലും അറിയൂല ചങ്ങാതി എന്ന് കൂട്ടുകാർ പറയും. ഞാൻ ചോദിക്കും, യഥാർത്ഥ കൂട്ടുകാരാരാ? യഥാർത്ഥ കൂട്ടുകാരാരാ? നിന്റെ സങ്കടത്തിലും നിന്റെ വേദനയിലും നിന്റെ ദുഃഖത്തിലും നിന്റെ കൂടെ എല്ലാത്തിലും നിൽക്കണവരായിരിക്കണം നിന്റെ കൂട്ടുകാർ. നിന്റെ കണ്ണുനീര് വീരുമ്പോ അവൻ തുടച്ചു നിന്നിട്ട് പറയടാ കരയല്ലേ, നിനക്ക് ഞാനുണ്ടെന്ന് പറയണ കൂട്ടുകാരാണ് കൂട്ടുകാർ. അല്ലാതെ മാസാവസാനം വന്നിട്ട് അളിയാ ഒരു 500 എടുത്ത് നമുക്ക് അൽഫാം കഴിക്കാൻ അവിടെ പോവാം, നമുക്ക് മന്തി കഴിക്കാൻ അവിടെ പോവാം, അതല്ലേ കൂട്ടുകാര്. നമുക്കൊരാവശ്യം വരുമ്പോ നമ്മുടെ കൂടെ നിൽക്കണവരായിരിക്കണം. അല്ലാതെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹീമ നൽകിയെങ്കിൽ എടാ കയ്യില് പൈസ ഉള്ളപ്പോ പലരും ഉണ്ടാവും, മനസ്സിലാക്കിക്കോ. കയ്യില് പൈസ ഉണ്ടാകുമ്പോ കൂട്ടുകാര്, കുടുംബക്കാര്, പടച്ചോനെ അയൽവാസികള്, കയ്യില് പൈസ ഉണ്ടെങ്കിൽ പള്ളിയില് ഇജ്ജ് നിക്കടാ, ഇജ്ജല്ലേ കമ്മിറ്റിക്കാരനാണ്ടേ, ഇജ്ജെല്ലാം ചെയ്യേണ്ടത് പറഞ്ഞിട്ട് പല ആളുകളുണ്ടാവും. പക്ഷേ നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ ഒരാളുണ്ടാവൂല. അല്ലാഹീമ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് കൂട്ടുകാരെ മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ജീവിച്ചോ. ഫളിലിന്റെ കൂട്ടുകാര് പറയണ, ചങ്ങാതി നിന്റെ ഉമ്മിച്ച മദീനത്തേക്ക് പോകാൻ പോലും സമ്മതിക്കുന്നില്ലല്ലേ, എന്ത് ഉമ്മിച്ചാണ് നിന്റെ ഉമ്മിച്ച എന്ന് ഫളിലിന്റെ കൂട്ടുകാര് പറഞ്ഞു. ഫളിലിന് സഹിക്കാൻ പറ്റിയില്ല, ഫളിലിന് സഹിക്കാൻ പറ്റിയില്ല. ഫളിൽ നേരെ ഉമ്മയുടെ ചാരത്ത് എന്നിട്ട് പറഞ്ഞു, ഉമ്മ ഞാനൊന്ന് മദീനത്തേക്ക് പോയിക്കോട്ടെ. ഉമ്മ പറഞ്ഞു, പോകാൻ പാടില്ല, ഈ ഉമ്മിച്ച ഒറ്റയ്ക്കായി പോകാൻ പാടില്ല. അല്ലാഹുവേ പടച്ചവനെ, ഉമ്മയതാ പറയുമ്പോ ഫളിലിന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ഉമ്മ നിങ്ങളുടെ സമ്മതമില്ലാതെ മദീനയുടെ ചാരത്തേക്ക് പോകുമെന്ന് പറയുമ്പോ അല്ലാഹുവേ ഉമ്മയതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പോകല്ലേ മോനെ, പോകല്ലേ മോനെ. ഫളിലിന്റെ പ്രിയമുള്ളവരെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കൂട്ടുകാരുമായിട്ട് പോകുമ്പോ അല്ലാഹു പടച്ച തമ്പുരാൻ അറിയിച്ചു കൊടുക്കുകയോ, ഫളിലേ, ഫളിലേ, ഉമ്മയുടെ സമ്മതമില്ലാതെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് നീ പോയാൽ അല്ലാഹുവേ നിന്റെ സിയാറത്തുണ്ടല്ലോ പടച്ച തമ്പുരാൻ കബൂൽ ചെയ്യൂല എന്നെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുമ്പോ ഫളിലതോ സങ്കടപ്പെടുകയോ. മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ ഫളിലിന്റെ പ്രിയമുള്ളവരെ നടക്കുമ്പോ ഒരു മനോഹരമാകുന്ന പള്ളിയുണ്ടല്ലോ കാണുകയോ. ഫളിലിന്റെ പ്രിയമുള്ളവരെ വുളൂ ചെയ്യുകയാണ്, പള്ളിക്കകത്തേക്ക് കയറുകയാണ്, ഇഅ്തികാഫിന്റെ നിയ്യത്ത് വെക്കുകയാണ്, നമസ്കരിക്കാൻ കൈകെട്ടുകയാണ്, പടച്ചവനുമായിട്ട് സംസാരിക്കുകയാണ്. ഫളിലിന്റെ പ്രിയമുള്ളവരെ
ഭാരങ്ങൾ മുഴുവനും അതോ നമസ്കാരത്തിലൂടെ കളയുകയോ. ആ സമയത്ത് എന്റെ പ്രിയമുള്ളവര് ഒരുപാട് ആളുകൾ പള്ളിയിലേക്ക് ഇടിച്ചു കയറുകയാണ്. എന്നിട്ടതാ ഫളിലിനെ എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിയിടുകയാണ്. ഫളിലതാ നിലവിളിക്കുകയോ. ഫളിലിനെ എന്റെ പ്രിയമുള്ളവരെ നാട്ടുകാർ വന്ന് കണ്ട് കെട്ടിയിടുകയാണ്. എന്നിട്ടതാ കള്ളനെന്ന് വിളിക്കുമ്പോ ഫളിലതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, കള്ളനല്ലോ, ഞാൻ കള്ളനല്ലോ, 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 കള്ളനല്ലോ എന്നെ പ്രിയമുള്ളവരെ ഫളിലതാ പറയുമ്പോ നാട്ടുകാര് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഇല്ല ഇല്ല, നീ കള്ളനാടാ, ഞങ്ങളുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയത് നീയാടാ, ഞങ്ങളുടെ സമ്പത്ത് മോഷ്ടിച്ചത് നീയാടാ, ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് പടച്ചവന്റെ പള്ളിക്കകത്തേക്ക് ഒരാള് കയറുന്നത് കണ്ടതോ, അത് നീയാടോ, നീയാടോ. ഫളിലതാ കരഞ്ഞുകൊണ്ടാ നാട്ടുകാരോട് പറയുകയാണ്, ഞാൻ കള്ളനല്ലോ. നാട്ടുകാര് ഫളിലിനെ എന്റെ പ്രിയമുള്ളവര് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ടതാ തൂണിൽ എന്റെ പ്രിയമുള്ളവരെ കെട്ടിയിടുകയാണ്. ഫളിലതാ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ, ഞാൻ മദീനയുടെ ചാരത്തേക്ക് പോകാൻ വന്ന മോനാ, ഞാനൊന്ന് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് പോകാൻ കടന്നു വന്ന മോനാ, അല്ലാഹുവേ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഫളിലിന്റെ പ്രിയമുള്ളവരെ കരയുമ്പോ ആ നാട്ടുകാരന്റെ തലവനുണ്ടല്ലോ ഒരു കടാരയായി കടന്നു വരികയാ. ഫളിലതാ നൊമ്പരപ്പെട്ടുകൊണ്ട് കണ്ണുനീരോട് കൂടി പറയുമ്പോ ഫളിലിന്റെ കൈകളുണ്ടല്ലോ അറുത്തു മാറ്റുകയോ, ഫളിലിന്റെ കൈകളുണ്ടല്ലോ അറുത്തു മാറ്റുകയോ, ഫളിലിന്റെ കാലുകളുണ്ടല്ലോ അറുത്തു മാറ്റുകയോ, ഫളിലിന്റെ കണ്ണുകളുണ്ടല്ലോ ചൂഴ്ന്നെടുക്കുകയോ. ഫളിലതാ ചോരയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒഴുകുകയാണ്. ഫളിലതാ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്യുകയാണ്, അർഹമുർ റഹീമായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, ഈ പാവപ്പെട്ട ഫളിലിന്റെ കൈകള്, കാലുകള്, കണ്ണുകള്, ശരീരത്തിന്റെ അവയവങ്ങള് നഷ്ടപ്പെട്ടു പോയി റബ്ബേ, എന്നെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. നാട്ടുകാരന്റെ പ്രിയമുള്ളവരെ ഫളിലിനെയുണ്ടല്ലോ ദൂരത്തുള്ള മരുഭൂമിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ കൊണ്ടെറിയുകയാണ്. ഫളിലതാ മരുഭൂമിയുടെ ചൂടത്ത് കിടന്നുകൊണ്ട് ഫളിലിന്റെ പ്രിയപ്പെട്ടവരെ കരയുകയാണ്. ഫളിലതാ ചോരയിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒലിക്കുകയാണ്. കൈയില്ലാതെ, കാലില്ലാതെ, കണ്ണില്ലാതെ, ശരീരത്തിന്റെ അവയവങ്ങളില്ലാതെ ഫളിലതോ കരയുകയാ. ഫളിലിന്റെ കരച്ചിലെന്റെ പ്രിയമുള്ളവരെ കേട്ടുകൊണ്ട് പടച്ചവരെ ഒരു യാത്രാ സംഘം കടന്നു വരുമ്പോ ഫളിലതോ നടന്ന കാര്യങ്ങളുണ്ടല്ലോ പറഞ്ഞു കൊടുക്കുകയോ. ഫളിലിനെ എന്റെ പ്രിയമുള്ളവരെ എടുത്തുകൊണ്ട് ഉമ്മയുടെ ചാരത്തേക്ക് കൊണ്ടുപോവുകയാണ്. പടച്ചവരെ ഈ യാത്രക്കാരന്റെ പ്രിയമുള്ളവരെ ഫളിലിന്റെ വീടിന്റെ വാതിക്കലുണ്ടല്ലോ കൊട്ടുകയോ. പടച്ചവരെ ഉമ്മയതാ പുറത്തേക്ക് കടന്നു വരികയാണ്. ഉമ്മ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ ഈ യാത്രാ സംഘമുണ്ടല്ലോ ഉമ്മയോട് ചോദിക്കുകയോ, ഉമ്മ, ഉമ്മ, ഈ കൈയില്ലാത്ത മോനെ മനസ്സിലായോ ഉമ്മ, കാലില്ലാത്ത മോനെ മനസ്സിലായോ ഉമ്മ, കണ്ണില്ലാത്ത മോനെ മനസ്സിലായോ ഉമ്മ എന്നെ പ്രിയമുള്ളവര് പറയുമ്പോ ഉമ്മയാ പൊന്നുമോനെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവേ പടച്ചവനെ ഉമ്മയതാ പറയുകയാണ്, എനിക്ക് മനസ്സിലായില്ലോ, കൈയില്ലാത്ത മുഖമെല്ലാം വികൃതമായിരിക്കുന്ന ഈ പൊന്നുമോനെയുണ്ടല്ലോ എനിക്ക് മനസ്സിലായില്ലെന്ന് പറയുമ്പോ ഫളിലിന്റെ പ്രിയമുള്ളവര് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉമ്മ ഇത് ഞാനാണ് ഉമ്മ, ഇത് ഞാനാണ് ഉമ്മ, നിങ്ങളുടെ സമ്മതമില്ലാതെ റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് പോയതാണ് ഉമ്മ, എന്റെ കൈകൾ പോയുമ്മ, എന്റെ കാലുകൾ പോയുമ്മ, എന്റെ കണ്ണുകൾ പോയുമ്മ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മാതാവിന്റെ പിതാവിന്റെ പൊരുത്തമില്ലാതെ ജീവിതം എന്റെ പ്രിയപ്പെട്ടവര് അവസാനിച്ചു കഴിഞ്ഞാൽ നിനക്ക് സ്വർഗമില്ലടോ, ഈമാൻ ഇല്ലടോ, ഇഖ്ലാസ് ഇല്ലടാ. വാപ്പയെ പറ്റിച്ചുകൊണ്ട് ഉമ്മയെ പറ്റിച്ചുകൊണ്ട് ഒളിച്ചോടാൻ നിൽക്കുന്ന
ആലോചിക്കുന്ന പെങ്ങള്, പഠിച്ചു കൊള്ളുക പെങ്ങള്. എത്രയോ പേരാ പടച്ചവനെ മംഗലാപുരത്തിലൂടെ വാപ്പയെ പറ്റിച്ചുകൊണ്ട് ഉമ്മയെ പറ്റിച്ചുകൊണ്ട് കാമുകന്റെ പിന്നാമ്പുറത്ത് ബൈക്കില് കെട്ടിപ്പിടിച്ചുകൊണ്ട് നാണമില്ലാതെ ഈമാനില്ലാതെ ഉടുപ്പില്ലാതെ പോണ പെങ്ങളോട് പറയുകയാണ്, നിന്റെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരൂല പെങ്ങളെ, ബറക്കത്ത് തരൂല പെങ്ങളെ. ഭാര്യ പറയുകയാണ്, ഇക്കാ നിങ്ങളുടെ ഉമ്മാനെ നോക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോ ഉമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കുന്നവരോട് പറയുകയാണ്, മോനെ നിനക്ക് സ്വർഗമില്ലടോ, ഈമാൻ ഇല്ലടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിട പറയാൻ കഴിയൂല. രണ്ടെന്നറിയോ? ഖുർആനാണ്. ഖുർആനിനെ സ്നേഹിക്കാത്തവര് സ്വർഗത്തിൽ പോകൂല. വിശദീകരിച്ചു പറയുന്നില്ല. മൂന്നാമത്തേതേതോ, നമസ്കരിക്കുമ്പോ അശ്രദ്ധ കാണിക്കുന്നവരാരാ? നമസ്കരിക്കുമ്പോ അശ്രദ്ധ കാണിക്കുന്നവരാരാ? പടച്ചവന്റെ പള്ളിയിൽ എന്നെ പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന് 5 വക്കത്തിന് പോകുന്നവരോട് എന്നാൽ നമസ്കരിക്കുമ്പോ അശ്രദ്ധരായി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ മരിക്കുമ്പോ ഈമാനില്ലാതെ മരിക്കുന്നതാണ്. 2 ഖുർആൻ, 3 നമസ്കരിക്കുമ്പോ അശ്രദ്ധമായി നമസ്കരിക്കണവർ ഈമാനില്ലാതെ മരിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്. ഇപ്പൊ ഞാന് കഴിഞ്ഞ ദിവസം ഈ വേൾഡ് കപ്പ് നടക്കുന്ന ദിവസം ഞാൻ കൊയിലാണ്ടിയിൽ വഅദ് പറയാൻ പോയപ്പോ ഒരു പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ കയറി. പടച്ചോനെ, ഞാൻ 2ാമത്തെ സഫി നിൽക്കുമ്പോ എന്റെ മുമ്പിൽ 3 കുട്ടികൾ നിൽക്കാം. 3 കുട്ടികളുടെ പുറകിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കാം, മെസ്സി, റൊണാൾഡോ, എംബാപ്പെ. ഇങ്ങനെ 3 പേര് ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കാം. പടച്ചോനെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ വെള്ള വസ്ത്രം ധരിച്ചിട്ട് വേണം പോകാൻ. ചില താത്താമാര് നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, ളുഹറിനൊക്കെ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, പടച്ചോനെ ഞാൻ പൊരിച്ചു വെച്ചിരിക്കുന്ന പൊരിച്ച കോഴി എന്റെ പൊന്നുമ വന്ന് എടുത്തോണ്ട് പോകുമല്ലോ എന്നുള്ള ചിന്ത ചില താത്തമാർക്ക് അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുമ്പോൾ നെയ്യത്ത് മാറല്ലേ. നിങ്ങൾ അശ്രദ്ധരായി അതാ പറഞ്ഞത്. ചില ആളുകൾ നിസ്കരിക്കാൻ കയറിയാല് പള്ളിയിലെ ക്ലോക്കിൽ ഇങ്ങനെ നോക്കിയിട്ട്, പടച്ചോനെ ഇപ്പോഴെങ്ങാനും തീരുവോ റബ്ബേ, ഇയാൾ ഇപ്പോഴെങ്ങാനും തീർക്കോ റബ്ബേ, അല്ലെ? ഈ റമളാൻ മാസത്തില് ചില പള്ളിയിൽ ഇങ്ങനെ നിസ്കരിക്കാൻ തറാവീഹിന് പോയി കഴിഞ്ഞാൽ, പടച്ചോനെ ചില ആളുകൾ നിസ്കരിക്കണത് കണ്ടാല് നമ്മുടെ നിസ്കാരം പോലും ബാത്തിലായി പോകും. ഫാത്തിഹ പോലും ചങ്ങാതിമാർ നേരെ ഓതൂല, സുജൂദിൽ ഓതേണ്ടത് ഓതൂല, എല്ലാം കോഴി കുത്തണത് പോലെ പെട്ടെന്ന് ഇട്ടിട്ട് ഓടാ, നീ നരകത്തിലാണ്, നീ ഈമാൻ ഇല്ലാതെ മരിക്കേണ്ടി വരുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 4 ഈമാൻ കിട്ടി മരിക്കണമെങ്കിൽ 4ാമത്തെ വിഭാഗം എന്റെ പ്രിയപ്പെട്ടവരെ അവസാനത്തെ വിഷയമാണ്. അല്ലമീൻ എന്ന് പറയണ ഈ യൂത്ത് ഇങ്ങനെ സഹായിച്ചവരാരാ? അല്ലമീൻ എന്ന് പറയണ യൂത്ത് ഇങ്ങനെ അൽഹംദുലില്ലാഹ് സഹായിച്ചവരാരാ? ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, 4ാമത്തെ വിഭാഗമാരാ? 1.5 മണിക്കൂർ എന്റെ പ്രിയമുള്ളവരെ വഅദ് കേൾക്കാൻ നിറഞ്ഞിരുന്നവരുടെ മുമ്പിലേക്ക് ഞാൻ കൈ നീട്ടുകയല്ല. എന്നാലും അൽഹംദുലില്ലാഹ് ഞാനിവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചു, ഇതിന്റെ പ്രവർത്തനങ്ങളെല്ലാം എങ്ങനെയാ? ഈ പ്രിയപ്പെട്ട പ്രവർത്തകൻ എന്നോട് പറഞ്ഞതെന്തെന്നറിയോ? ഉസ്താദേ, ഞങ്ങൾ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ സഹായിക്കാൻ, ഒരുപാട് രോഗമുള്ളവരെ സഹായിക്കാൻ, വീടില്ലാത്തവരെ സഹായിക്കാൻ, കൂടില്ലാത്തവരെ സഹായിക്കാൻ, സങ്കടങ്ങളുള്ളവരെ സഹായിക്കാൻ, വിഷമങ്ങളുള്ളവരുടെ വിഷങ്ങൾ മാറ്റാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നുണ്ട് ഉസ്താദ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, 4ാമത്തത് എന്തെന്നറിയോ? ഇവിടെ നിറഞ്ഞിരിക്കുന്ന സമ്പന്നന്മാര്, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പാവങ്ങള്, ഇവിടെ നിറഞ്ഞിരിക്കുന്ന പ്രിയമുള്ള ചെറിയ മക്കളോട് പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കുന്നു. 4ാമത്തെ വിഭാഗമാരോ? സദഖ കൊടുക്കുന്നവരോ. അല്ലാഹുവേ, ഈ നിറഞ്ഞിരിക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് എന്റെ പ്രിയമുള്ളവര്, ഇവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകരുണ്ടല്ലോ, ബക്കറ്റുമായി കടന്നു വന്നപ്പോ അതിലേക്ക് 10 രൂപ ഇട്ടവര്, 20 രൂപ ഇട്ടവര്, 500 രൂപ ഇട്ടവര്, 100 രൂപ ഇട്ടവര്, അൽഹംദുലില്ലാഹ്
മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നത് വർഷങ്ങളായല്ലോ. ഈ മനോഹരമായ സംഘടനയുടെ പ്രിയമുള്ളവരെ തുടങ്ങിയിട്ട് ഈ സദസ്സിലേക്ക് ഞാൻ കടന്നു വരുമ്പോ ഈ സംഘടനയിൽ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവർത്തിച്ചിരുന്നു. ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ ഞാൻ കടന്നുപോയി. അല്ലാഹുവേ, നടക്കാൻ കഴിയാത്തൊരു ചെറുപ്പക്കാരന്റെ വീടാ. ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചപ്പോ ആ സാധുവിന്റെ പ്രിയമുള്ളവരെ പറയുകയാണ്, അല്ലമീൻ എന്ന് പറയുന്നു ഈ യൂത്ത് വിങ്ങിൽ ഉസ്താദേ വർഷങ്ങളോളം ഞാൻ പ്രവർത്തിച്ചവനാണ് ഉസ്താദേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഒരു സാധുവായ സഹോദരൻ പറയുമ്പോ മക്കളെ ഇത് വെറുതെ ആകൂല മക്കളെ, ഇത് വെറുതെ ആകൂല മക്കളെ, സ്വതക്കയാ, ഇത് സ്വതക്കയാണ്, സ്വതക്കയാണ്. അതുകൊണ്ട് നാലാമത്തതെന്തോ, മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണോ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങൾ പറയുകയാണ്, സദക്ക കൊടുത്തോ, സദക്ക കൊടുത്തോ. വരാനിരിക്കുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും നമ്പരങ്ങളും അപകടങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളുമെല്ലാം പടച്ച തമ്പുരാന് തട്ടി മാറ്റുന്നതാണ്. അതുകൊണ്ട് സദക്ക കൊടുത്താൽ അല്ലാഹു പടച്ച തമ്പുരാന് പ്രതിഫലം തരുമെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ സ്നേഹത്തിൽ പറയുകയാ, നൗഷാദ് ഹാജിയുടെ മരണം നമുക്ക് പാഠമാ, നൗഷാദ് ഹാജിയുടെ വിട പറയൽ നമുക്ക് പാഠമാ. മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് എന്റെ ഫോണിലേക്ക് ആ സാധു വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഉസ്താദേ സൂറൽപ്പടിയിൽ ഒരു വഅദ് നടത്തണം ഉസ്താദേ, അൽഹംദുലില്ലാഹ് ഒരു ഡേറ്റ് വേണം, ഞാൻ നിങ്ങളെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ അങ്ങനെ എന്നെ അവസാനമായി ഫോൺ വിളിച്ചു വെച്ച ചെറുപ്പക്കാരനാ. ഇന്നും എന്റെ വാട്സപ്പ് നോക്കിയാലും 100 കണക്കാന മെസ്സേജ്, നൗഷാദ് ഹാജിയുടെ മെസ്സേജ് എന്റെ ഫോണിൽ കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, മംഗലാപുരത്ത് വഅദിന് വന്നാൽ, കബക്കയിൽ വഅദിന് വന്നാൽ, എവിടെ വഅദിന് വന്നാലും, പുത്തൂര് വഅദിന് വന്നാലും, സുള്ളിയിൽ വഅദിന് വന്നാലും ഉസ്താദേ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എന്റെ ആഖിബത്ത് നന്നാകാൻ വേണ്ടി ദുആ ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വഅദ് പറയണ സദസ്സിലെല്ലാം കടന്നു വന്നിട്ട് അല്ലാഹുവേ അവിടെ പ്രവർത്തകരുടെ കയ്യിൽ ഒരു സംഖ്യ കൊടുത്തിട്ട് ഉസ്താദിനോട് ദുആ ചെയ്യാൻ പറയണമെന്ന് പറയുന്ന ചെറുപ്പക്കാരനാ. കർണാടകയിൽ എന്റെ പെങ്ങളെന്ന് പറയുന്ന മനോഹരമാകുന്ന ഒരു സംഘടന എന്റെ പ്രിയപ്പെട്ടവരെ രൂപീകരിച്ചിട്ട് അൽഹംദുലില്ലാഹ് 250ഓളം വരുന്ന പെൺകുട്ടികളെ അൽഹംദുലില്ലാഹ് നൗഷാദ് ഹാജി എന്റെ പ്രിയപ്പെട്ടവരെ കെട്ടിച്ചു വിട്ടപ്പോ നൗഷാദ് ഹാജി വിട പറയുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. ഡിസംബർ 31 വഅദ് കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ ഈ വിനീതൻ ജോലി ചെയ്യുന്ന പള്ളിയുടെ റൂം തുറക്കുമ്പോ മംഗലാപുരത്ത് ഈ വിനീതന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ വിളിച്ചുകൊണ്ട് കരയുകയാ, ഉസ്താദേ നൗഷാദ് ഹാജി വിട പറഞ്ഞു പോയി ഉസ്താദേ, ഞാൻ നെട്ടിത്തെരിച്ചു പോയി. പ്രിയമുള്ളവരെ, ഒരു അസുഖമില്ലാതിരുന്ന ചങ്ങാതിയാ. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് പറഞ്ഞപ്പോ എന്റെ ഫോണിലേക്ക് അദ്ദേഹം എന്റെ പ്രിയമുള്ളവര് കുറച്ച് മെസ്സേജ് ഇങ്ങനെ അയക്കുകയാണ്. ആ മെസ്സേജ് ഞാനൊന്ന് തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് നൗഷാദ് ഹാജി വണ്ടിക്കകത്ത് ഇങ്ങനെ പെട്ടുകിടക്കുകയാ. നൗഷാദ് ഹാജിയും മുഷറഫിനെയും എന്റെ പ്രിയപ്പെട്ടവര് ആ നാട്ടുകാരിങ്ങനെ വലിച്ചിങ്ങനെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടിരിക്കുകയാ. അല്ലാഹുവേ, ഒരു മരണം എന്റെ പ്രിയമുള്ളവരെ ഏത് സെക്കൻഡിലാണ് വരുന്നതെന്ന് പറയാൻ കഴിയൂല. കഴിഞ്ഞ ദിവസം നൗഷാദ് ഹാജിയുടെ വീട്ടിൽ പോയി ഞാൻ സിയാറത്ത് ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട നൗഷാദ് ഹാജിയുടെ പ്രിയപ്പെട്ട സഹോദരനാകുന്ന സത്താർ സാഹിബ് എന്നോട് കരഞ്ഞിട്ട് പറയാ, ഉസ്താദേ ഞങ്ങളുടെ നൗഷാദ് മരണപ്പെട്ടപ്പോ ആയിരക്കണക്കാന ആളുകളാണ് കടന്നു വന്നത് ഉസ്താദേ. ആയിരക്കണക്കാന ആളുകളും മയ്യത്ത് നിസ്കരിക്കാൻ സമയമില്ലാതെ, കഴിയാതെ, സ്ഥലമില്ലാതെ, സന്ദർഭമില്ലാതെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി ഉസ്താദ്. ഞങ്ങൾ നെട്ടിപ്പോയി ഉസ്താദ്. അതെന്റെ നൗഷാദ് ചെയ്ത സംഘടനയുടെ ബറക്കത്ത് കൊണ്ടാണ്, എന്റെ നൗഷാദ് ചെയ്ത സദക്കയുടെ ബറക്കത്ത് കൊണ്ടാണ് എന്നെന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ വേറെ ഒരു ചരിത്രങ്ങൾ ഞാൻ പറയുന്നില്ല.